ഇന്ന് ഏകാദശിയാണല്ലോ, അപ്പോൾ നോ റൈസ്, നോ അണിയൻ, നോ ഗാർലിക്. അപ്പോൾ കപ്പയാണ്. കപ്പ അതാ ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണമാക്കി കഴുകി ബോയിൽ ചെയ്താണ്. ഇത് തക്കാളി ചട്നിയാണ്. തക്കാളിയും പീസും പുതിനയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും. ഇതതിൻ്റെ മസാലയാണ്. കുറച്ച് മല്ലി, ജീരകം, അയമോദകം, പിന്നെ കുരുമുളക്, ഇതൊക്കെയാണ് റോസ്റ്റ് ചെയ്ത് പൊടിക്കണത്. ഇത് കപ്പയുടെ മസാലയാണ്. കപ്പയ്ക്ക് ജീരകവും നാളികേരവും പച്ചമുളകും ആണ് എടുത്തേക്കണത്. ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കി മുളകിട്ട് പച്ചമുളകും ജീരകവും നാളികേരവും കൂടി ചേർത്ത് അതിലേക്ക് കപ്പയും ചേർത്ത് ബോയിൽഡ് സോൾട്ടഡ് കപ്പ അതും കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി റോസ്റ്റഡ് ആവണ വരെ ഇളക്കി ആ നാളികേരവും കപ്പയും കൂടി നല്ലോണം മിക്സ് ആവും. ഇതിലേക്ക് കുറച്ച് മുളകിട്ടു, പിന്നെ തക്കാളിയും നമ്മുടെ പീസും പച്ചമുളകും എല്ലാം ഒരുമിച്ചിടണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കും, കുറച്ച് സോൾട്ടും, എന്നിട്ട് ആ മല്ലിയിലയും പുതിനയിലയും ഇതിൽ തന്നെ ചേർക്കും. എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ ആ സ്പെഷ്യൽ മസാലയും 2 സ്പൂൺ ചേർക്കും. അതെല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചേക്കണതാണ് കേട്ടോ, എണ്ണയില്ല. എല്ലാം കൂടി പൊടിച്ച് ചേർത്ത് സ്പെഷ്യൽ ഫ്ലേവർ നമ്മുടെ ഏകാദശി ഫുഡ് റെഡി.